ഓക്കെ, അടുത്തെന്ന് പറയുന്ന ഹെയർ ആട്ടാ. കളയുന്ന സ്ഥലം ഹെയർ ആണ്. ഇന്ന് എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഹെയർ വീഡിയോയും ഇങ്ങനെ ആയിരിക്കും. ഐ എൻഡ് അപ്പ് ഹിയർ. ഇന്ന് എനിക്കങ്ങനെ വെറൈറ്റി ആയിട്ട് എനിക്കൊന്നും അറിയില്ല. സത്യം പറയാൻ ഹെയറിൽ അങ്ങനെ കളിക്കാറില്ല. എനിക്ക് ഹെയറിൽ ഇങ്ങനെ കളിക്കുന്ന പരിപാടി ഇഷ്ടമാണ്. സമയം അതിനുള്ളൊരു ക്ഷമയൊന്നും ഞാൻ കാണിക്കാറില്ല. തൽക്കാലം ഐ തിങ്ക് ഐ ഗോ ലൈക്ക് ദിസ്, സംതിങ് ലൈക്ക് ദിസ്. പക്ഷേ ഇറ്റ്സ് ഹാർഡ് ടു മാനേജ് ഇങ്ങനെ മുടി അയച്ചിടുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ തൽക്കാലം ഓക്കെ, എൻ്റെ അടുത്തൊരു ചെറിയ ക്ലിപ്പുണ്ട്, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. പണിയായുധങ്ങൾ ഫോർ ഹെയർ എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള ക്രഞ്ചീസ്, മുടിക്ക് കിട്ടുന്ന ബണ്ണ്. ഹെയറിന് എപ്പോഴും ഒരു വോളിയം തോന്നിക്കുകയാണെങ്കിൽ ഹെയർ ഇങ്ങനെ മറിച്ചിട്ടിട്ട് അടിയിൽ നിന്ന് വാരട്ടാ. അമ്മ പറഞ്ഞ നടി ഇപ്പോൾ കുറച്ച് വോളിയം തോന്നിക്കുന്നില്ലേ, അപ്പോൾ അതാണ് ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. ട്രിക്സ്, ഈ കുഞ്ഞി ടിപ്സുകളൊക്കെ അറിയുള്ളൂ കേട്ടോ. എൻ്റെ ഗോ ടു ഇപ്പോഴത്തെയും ഹെയർ സ്റ്റൈലാണിത്. ഫാഷനും ആയി, മുടി അത് അടങ്ങിയിരുന്ന് അഴിച്ചു ഇട്ട് ഒരു സ്റ്റൈലായതുകൊണ്ട് ഐ ചൂസ് ദിസ് സേഫ് പ്ലേ. എന്നിട്ട് ഇങ്ങനെ ഒരു 2 വാല്, ഒരു ചിറക്, അല്ലാതെ ഇങ്ങനെ ഇരുന്നാൽ ഒരുമാതിരി പറ്റിയിരുന്ന ഒരു ഇത് മതി. വെളിച്ചെണ്ണ തേച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ലൈക്ക് ദാറ്റ്. വെളിച്ചെണ്ണ തേച്ച് എൻ്റെ മുഖം ഭയങ്കര ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ തേച്ചിട്ട്, പക്ഷേ എൻ്റെ സ്കാൽപ്പ് എന്നുള്ള ഓയിൽ തന്നെ അതാണ് എൻ്റെ ഒരു. പൊട്ട് തൊടാറില്ല. അല്ല, പൊട്ട് തൊട്ടാൽ നോക്കട്ടെ, പൊട്ട് തൊട്ട് നോക്കും. ഞാൻ തൊടാറില്ല. മീൻസ് മൊത്തത്തിൽ എനിക്ക് കുറച്ച് ബ്ലാക്ക് കൂടുതലാണ്. പുരികത്തിനാണെങ്കിലും ഹെയറിനാണെങ്കിലും കണ്ണിൻ്റെ കൃഷ്ണമണിക്കാണല്ലോ ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ കൂടെ പൊട്ടും ബ്ലാക്ക് പൊട്ടും കൂടി തൊടുമ്പോൾ ശരിയാ, ഞാൻ ഡിഫറെൻറ്റ് കളറ് ട്രൈ ചെയ്യാം. ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഫ്രം സാറ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. സൺസ്ട്രീറ്റ് ആണ്, ആക്സസറീസ് ഉണ്ട്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓവറോൾ ഔട്ട്ലുക്ക് അതാണ് എൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. കുറേ കാലത്തിന് ശേഷം കുറച്ച് നന്നായിട്ട് ഒരുങ്ങിയത് ഇന്നാണ്. ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാതെ എന്ത് മോർണിംഗ്.